അച്ഛാ, എന്താ അച്ഛ വിഷമിച്ചിരിക്കുന്നെ? ഒന്നുമില്ല മോളെ. ഫോണിൽ ആരോട് അച്ഛൻ ദേഷ്യത്തിൽ സംസാരിച്ചേ? ഒന്നുമില്ല മോളെ. അച്ഛൻ വിഷമിക്കുന്നത് കാണുമ്പോ എനിക്കും സങ്കടം വരും. മോള് വിഷമിക്കണ്ട, ഒന്നുമില്ല. ഒരാളോട് ഒന്ന് ചൂടാവേണ്ടി വന്നു. സന്തോഷമായിട്ടിരിക്കുമ്പോ എന്തെങ്കിലും ഇതുപോലെ ഉണ്ടായ അച്ഛന് ടെൻഷൻ വരും. മോക്കറിയാലോ. അച്ഛൻ വിഷമിക്കണ്ട, ഞാനുണ്ട് അച്ഛന് കൂടെ. അതെനിക്കറിയാലോ. ഒരു സിനിമ താഴെ വീഴാതെ രക്ഷിച്ചെടുത്തത് മോളല്ലേ. എനിക്കറിയാം, എനിക്ക് എന്ത് സംഭവിച്ചാലും മോള് കൂടെ ഉണ്ടാവുമെന്ന്. അച്ഛന്റെ ധൈര്യം അതാ. കാറില് വരുമ്പോ വിളിച്ചാളാണോ ഇപ്പൊ ഫോൺ ചെയ്തേ? ആ ആളിന് എന്ത് വേണമെന്ന് അച്ഛാ പറയുന്നേ? അതൊക്കെ അച്ഛൻ ഡീൽ ചെയ്തോളാം മോളെ. മോള് വിഷമിക്കാതെ. അച്ഛൻ പറഞ്ഞ പോലെ ആർക്കും ഒന്നും വരാതെ അച്ഛൻ നോക്കിക്കോളാന്ന് അല്ലേ? പിന്നല്ലാതെ. അച്ഛനുള്ളപ്പോ ആർക്കും ഒന്നും വരില്ല. അല്ല അച്ഛാ. എന്താ മോളെ? അല്ല, അച്ഛൻ എവിടെ? നീ ആ കാര്യം ഇതുവരെ എന്താ ചോദിക്കാതിരുന്നെന്നാ ഞാൻ അതിശയിച്ചിരുന്നത്. എന്താ നീ ചോദിക്കാഞ്ഞത്? അല്ല, അത് പിന്നെ ചോദിക്കാന്ന് വെച്ചു. പിന്നെ ചോദിക്കാന്ന് വെച്ചോ? നല്ല കാര്യം. സാധാരണ നീ പുറത്തുനിന്ന് വന്നാ ആദ്യം അച്ഛമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും, പിന്നെ വിശേഷങ്ങൾ സംസാരിക്കും. അതൊക്കെ ശരിയാ. അച്ഛൻ എവിടെ? എന്നെ കാണാതെ എനിക്കൊരു ഉമ്മ തരാതെ എവിടെ വിളിച്ചിരിക്കുക? എനിക്ക് സർപ്രൈസ് തരാനാണോ? മോള് വിഷമിക്കരുത്. മോൾക്ക് പ്രയാസമാവെന്ന് വെച്ചിട്ട് അച്ഛൻ പറയാത്തത്. അച്ഛമ്മയ്ക്ക് പെട്ടെന്നൊരു തലചുറ്റല് പോലെ വന്നു. ഇവിടെ അടുത്തുള്ളൊരു ക്ലിനിക്കില് അച്ഛന്റെ ബെസ്റ്റ് ഫ്രണ്ടാ ഡോക്ടർ. കുറച്ച് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. ഇവിടെ കിടക്കുന്നത് പോലെ തന്നെയാ അച്ഛമ്മ അവിടെയും. 2 ദിവസം കഴിഞ്ഞാൽ ഇവിടെ വരും. എന്താ അച്ഛാ? ഞാൻ കരുതി ഇപ്പൊ തന്നെ അച്ഛമ്മയെ കാണണമെന്ന് നീ വാശി പിടിക്കുമെന്ന്. അല്ല, കാണണം. അച്ഛമ്മയെ കാണണം. അതിന്റെ അച്ഛമ്മയല്ലേ? എന്തായാലും ആകെ ഒരു ടെൻഷനുണ്ട് മുഖത്ത്. അയ്യോ, ആകെ പേടിയാവുന്നു. അഭിനയം തീരെ ശരിയാവുന്നില്ലേ? അതൊക്കെ അച്ഛന് വെറുതെ തോന്നുന്നതാ. എനിക്കിങ്ങനെ അച്ഛന്റെ കൂടെ നിൽക്കുമ്പോ ഒരു ടെൻഷനും ഇല്ല. അച്ഛാ, അച്ഛാ, ഒരു കാര്യം ചോദിച്ചാ അച്ഛന് വിഷമം തോന്നരുത്. എന്താ മോളെ? ഈ ഫോട്ടോ ആടെയാ? എന്തിനാ വെച്ചേക്കുന്നത്? വീണ്ടും നിന്റെ നമ്പർ ഇങ്ങോട്ട് എടുത്താലുണ്ടല്ലോ, ക്യാമ്പിൽ പോയിട്ടും ആളെ കളിയാക്കുന്നതിന് ഒട്ടും കുറവ് വന്നിട്ടില്ലല്ലേ? ഇനി പുതിയ ഇഷ്ടങ്ങളൊക്കെ തുടങ്ങിയെങ്കിലേ അതനുസരിച്ച് റൂമെന്ന് അലങ്കരിച്ചോ. കൂടെ ഞാനും കൂടാ. അങ്ങനെയെങ്കിലേ അച്ഛന്റെ ഇഷ്ടങ്ങൾ പറ, അതനുസരിച്ച് ഇവിടെ സെറ്റ് ചെയ്യാം. എന്റെ ഇഷ്ടം എന്താണെന്ന് പറയട്ടെ? വാ. എന്റെ മോള് എങ്ങനെ അലങ്കരിച്ചാലും ശരി, പാവം ഈ അച്ഛന്റെ ഫോട്ടോ ഇവിടുന്ന് മാറ്റരുത് കേട്ടോ, എന്റെ ലിറ്റിൽ പ്രിൻസസേ.
കണ്ടുപിടിക്കണം. അച്ഛാ, ഞാനിവിടെ ഹാപ്പിയാ. എന്റെ അമ്മയുടെ അടുത്ത്. അച്ഛന്റെ അടുത്ത് ദിയ ഉണ്ടല്ലോ. ഞാനിപ്പോ വളരെ ഹാപ്പിയാ. എത്രയും പെട്ടെന്ന് അച്ഛന്റെ അമ്മയുടെയും പിണക്കം ഞങ്ങൾ മാറ്റും. നമുക്കൊന്നിച്ച് സന്തോഷമായിട്ട് ജീവിക്കണ്ടേ അച്ഛാ? ഒന്നില്ലെങ്കിൽ അമ്മയോട് സംസാരം, അല്ലെങ്കിൽ ജീവസാറിനെ നോക്കിയിരിക്കും. എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. ചേച്ചി ഇനി ജീവസാറിനോട് സംസാരിക്കണ്ട. ജീവസാറിനോട് ഞാൻ സംസാരിച്ചോളാം. പിന്നെ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. അതപ്പു, നിനക്കറിയാലോ ചേച്ചിക്ക് ജീവസാറിനെ എത്ര ഇഷ്ടമാണെന്ന്. ഇതെന്റെ പൊന്നാര ജീവസാറല്ലേ. ഈ സാറുണ്ടെങ്കിൽ എനിക്ക് ഈ ലോകത്ത് വേറെ ഒന്നും വേണ്ട. എന്റെ അമ്മയും വേണം. ചേച്ചി എന്താ പറഞ്ഞേ? അപ്പൊ എന്നെ വേണ്ടേ? പഠിച്ചിരുന്നെല്ലാം തെറ്റിപ്പോവാണല്ലോ. എപ്പോഴും വേണമല്ലോ. നീ ഇല്ലാതെ പിന്നെ ഈ ചേച്ചിയുണ്ടോ? എന്താ ഞാൻ പറയുന്നത് നിനക്ക് വിശ്വാസമില്ലേ? ഹലോ, അവിടെയെല്ലാം ഓക്കെയാണോ? എല്ലാം ഓക്കെയാ. പക്ഷേ എനിക്ക് പേടിയാവുന്നറിയാ. എല്ലാം തെറ്റിപ്പോകുന്നു. നീ എന്തിനാ ഇത്തരം ഡ്രസ്സൊക്കെ ഇടുന്നത്?
പാവാടയും ബ്ലൗസും ഒക്കെ പോരായിരുന്നോ? എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ. ബെസ്റ്റ്. അതാ ഞാൻ അങ്ങോട്ട് പറയാൻ പോയത്. നിന്റെ ഈ ഡ്രസ്സേ ഇതിട്ട് ഞാൻ ആകെ പെട്ടിരിക്ക. പിന്നെ അമ്മ, എന്റെ സ്വീറ്റ് അമ്മ. അമ്മയുടെ അടുത്ത് നിൽക്കുമ്പോ ഞാൻ സ്വർഗത്തിൽ നിൽക്കുന്നത് പോലെ തോന്നുന്നു. അച്ഛന്റെ അടുത്ത് നിൽക്കുമ്പോ ഞാനും അതുപോലാ, സ്വർഗത്തിൽ നിൽക്കുക. ഇത്ര നല്ല രണ്ടുപേര് എന്തിനാ പിരിഞ്ഞ്? അത് നമുക്ക് കണ്ടുപിടിക്കണം. എന്തിനാ പിരിഞ്ഞെന്ന് അതറിഞ്ഞു കഴിഞ്ഞാ പിന്നെ അവരൊന്നിക്കാനും എളുപ്പമാ. ആ പിന്നെ എനിക്ക് അച്ഛനിപ്പൊ വിട്ടുമാറാനേ തോന്നുന്നില്ല. പിന്നെ ഒരു പ്രധാന കാര്യം. എന്താ? ഏതോ ഒരാള് അച്ഛനെ വിളിച്ചു, അമ്മയെ കുറിച്ചൊക്കെ സംസാരിച്ചു. എന്തോ ഭീഷണിപ്പെടുത്തിയെന്നാ തോന്നുന്നത്. ആ അപ്പനെ കുറിച്ചും പറഞ്ഞു. എന്നിട്ട് അച്ഛൻ എനിക്ക് വാക്ക് തന്നു, ഒരു പ്രശ്നവും വരാതെ നോക്കിക്കോളാന്ന്. സത്യമാണോ? ഒന്നും പേടിക്കണ്ട. അച്ഛൻ വാക്ക് തന്നപ്പോ വലിയ ധൈര്യം കിട്ടി. ആ പിന്നെ ഒരു MLA വിളിച്ചിരുന്നു. എന്തോ പേനയുടെ കാര്യമൊക്കെ പറഞ്ഞു. നിനക്കാ MLA ഒരു പേന തന്നിട്ടുണ്ടോ? ആ തന്നിട്ടുണ്ട്. അതെവിടെ വെച്ചേക്കുന്നെ? അത് അമ്മയുടെ റൂമില്, മേശയുടെ ഡ്രോയില്. ഭാസ്കർജിക്ക് അമ്മയോട് എന്തോ ദേഷ്യമുണ്ട്. അമ്മ വലിയ ദേഷ്യത്തിലൊക്കെയാ സംസാരിച്ച. അതും നീ അച്ഛനെ തന്ത്രപരമായി അറിയിക്കണം. ആ അറിയിക്കാം. പിന്നെ റിയ, അപ്പൂനെ ശ്രദ്ധിച്ചോണം. പാവോ, അവനൊരു വിഷമവും ഉണ്ടാവരുത്. എപ്പോഴും അവന്റെ അടുത്ത് നീ ഉണ്ടാവണം. അവനെ ഒട്ടും വിഷമിപ്പിക്കരുത്. സത്യം പറഞ്ഞ അവനെ എന്നോട് കുറച്ച് ദേഷ്യമുണ്ടെന്നാ തോന്നുന്നേ. അയ്യോ റിയ പ്ലീസ്, അവനെ നീ നന്നായിട്ട് കെയർ ചെയ്യണം. ഇല്ലെങ്കിൽ എനിക്ക് വിഷമാവും. ആ ഞാൻ നോക്കിക്കോളാം. അച്ഛനും അമ്മയ്ക്കും ഇതുവരെ നമ്മളിൽ സംശയമൊന്നും വന്നിട്ടില്ല. അതൊരു ഭാഗ്യം തന്നെയാ. കാര്യം ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് അവർക്കറിയില്ലല്ലോ. അപ്പൊ പിന്നെ അവരവരുടെ മക്കളായി തന്നെ അവര് കരുതും. ആ ഭക്ഷണം കഴിക്കാറായെന്ന് തോന്നുന്നു. ഞാൻ പിന്നെ വിളിക്കാം. ശരി. മൊബൈല് വളരെ സൂക്ഷിക്കണം. പറഞ്ഞിട്ടുണ്ടല്ലോ, വൈബ്രേഷൻ മോഡിലേ ഇടാവൂ. ആ അറിയാം. ശരി. ഓക്കേ. മോളെ വാ, ഫുഡ് കഴിക്കണ്ടേ? ഞാൻ അച്ഛനുമായിട്ട് വരാം. ശരി. അങ്കിളെ, അങ്കിളിങ് വന്നേ. എവിടെ? എന്താ മോളെ? വാ പറയാം. അങ്കിളെ, ഇതാരാണെന്ന് പറയാൻ പറ്റുമോ? ഇത് എങ്ങനെ? ഇത് ചോദ്യം ഇങ്ങോട്ട് ചോദിക്കാതെ ഇതാരാണെന്ന് പറയാൻ നോക്ക്.
എവിടെയോ കണ്ടിട്ടുള്ള പോലല്ലേ? അപ്പൊ എന്നെ പറ്റിക്കാൻ നോക്കുവാണല്ലേ? എന്നാലേ അങ്ങള് തിരിച്ചും പറ്റിക്കും. ഇത് ജീവസാറിന്റെ സഹോദരിയാ, മനസ്സിലായ? എന്നെ മണ്ടനാക്കുകയാണോ അത് എന്നെ പറ്റിക്കാൻ നോക്കിയാണോ? പുതിയ നമ്പരുമായിട്ട് ക്യാമ്പയിൻ എത്തിയിരിക്കുകയല്ലേ? ഞാൻ സ്വയം ഒന്ന് ശ്രദ്ധിക്കുന്നത് എനിക്ക് നല്ലതാണ്. ആ മോളെ ഫൂ വേണ്ട. എന്റെ പൊന്നമ്മച്ചി, ഞാനിപ്പോ ഒരു പുതിയ അമ്മയായിട്ടാണ് നിൽക്കുന്നത് ശ്രീ. അങ്ങനെ എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നത്. ആകെ അങ്ങ് ഫ്രഷ് ആയൊരമ്മ. ഞാൻ കണ്ടില്ലേ ഈ പൊട്ട്, ദിയെ എനിക്ക് സെലക്ട് ചെയ്തത്. എന്നെ പോലെ ഇത്രയും ഭംഗിയുള്ള ഒരാളെ കണ്ടിട്ടില്ല. എന്റെ ചിരി എത്ര രസമാണ്. കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സാ എനിക്ക് ചേരുക. അങ്ങനെ നമ്മളെ അങ്ങ് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഫ്രഷ് ആക്കുന്ന കാര്യങ്ങൾ അവള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യത്തില് കുറെ പറഞ്ഞപ്പോ തമാശക്ക് തന്നെ ഞാനൊന്ന് ചിന്തിച്ചു പോയി, കുറച്ചൊന്ന് മോഡേൺ ആയാലോ എന്ന്. ദിയ ലോകം കണ്ടു തുടങ്ങാണ്. ഇന്നലെ വരെ നമ്മൾ 4 പേരുമുള്ള ലോകത്തായിരുന്നു അവള്. ഇന്നിപ്പോ വ്യത്യസ്തമായ ഒരുപാട് ആളുകളെ കണ്ടിട്ട് വരികയല്ലേ. ആ ടേസ്റ്റുകളിലും വ്യത്യാസം വരും. ഞാൻ പറഞ്ഞു എന്തൊക്കെയായാലും അടിസ്ഥാന സ്വഭാവം മാറ്റരുതെന്ന്. ഒരു നിമിഷം ഞാനൊന്ന് ഷോക്കായി പോയി. എന്താ കാര്യം? ജീവയുടെ ഫോട്ടോ കണ്ടപ്പോ അച്ഛനെന്നും പറഞ്ഞ് വല്ലാത്തൊരാവേശത്തോടെ അവള് കണ്ടുനിന്ന്. ഞാൻ ഒരു നിമിഷം ബ്ലാങ്ക് ആയിപ്പോയി. തലയ്ക്കൊരു അടി കൊണ്ടതുപോലെ തോന്നി. എന്നിട്ട് ജീവയുടെ പുതിയ സിനിമയെക്കുറിച്ച് അവള് പറഞ്ഞ് അച്ഛനെന്ന പേരില് ഒരു സിനിമ വരാൻ പോണെന്ന്. ശ്രീ എന്താ ആലോചിക്കുന്നത്? അല്ല, വെറുതെ ചില തോന്നലുകള്. തീയെ മുതിർന്നു തുടങ്ങി. ഇനി പുതിയ പുതിയ കാര്യങ്ങൾ അറിയും. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ അറിഞ്ഞതാണോ ജീവിയാണ് അച്ഛനെന്ന്? അങ്ങനെ ഒരു ആവശ്യത്തിൽ പറഞ്ഞതാണോ? ശ്രീ ഏയ്, ഞാൻ വെറുതെ ഓരോ ചിന്തകൾ പറഞ്ഞതാ. നമ്മൾ ഏതിനും പ്രിപ്പയർഡ് ആയിരിക്കണം. ഇത്തരം കാര്യങ്ങൾ ഇനി ഏത് നിമിഷവും ആരിൽ നിന്നെങ്കിലും അറിയും. അപ്പൊ പതറിപ്പോകാതിരിക്കാൻ പറഞ്ഞതാ. ശ്രീ സംശയിച്ചതുപോലെ ഇനി അവൾക്ക് എന്തെങ്കിലും സൂചന കിട്ടിക്കാണൂ? ഏയ് ഇല്ല. ഇന്നവള് ഏറ്റവും കൂടുതൽ പറഞ്ഞത് അമ്മയെക്കുറിച്ചാ. അപ്പൂനെ പോലും അവള് ശ്രദ്ധിക്കുന്നില്ല. അതിലെനിക്ക് വിഷമം തോന്നി. ഞാൻ പറഞ്ഞില്ലേ, ആദ്യമായിട്ട് അമ്മയെ കാണുന്ന ഒരു ഫീലാ അവൾക്ക് എന്നോട്. അതിന്നും മാത്രമല്ല, എന്നും അവൾക്ക് തന്നോട് ഇങ്ങനെ തന്നെയാ. കുറച്ചു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ആയതുകൊണ്ട് അത് കൂടുതൽ ശ്രദ്ധിക്കുന്നു മാത്രം. ദിയ എന്നെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുമ്പോ മറ്റൊരു കാര്യത്തില് എനിക്ക് സങ്കടം കൂടുക. എന്താണ്? റിയ. ഒരമ്മയുടെ സ്നേഹം കിട്ടാൻ അവൾ എന്തുമാത്രം കൊതിക്കുന്നുണ്ടാവും. പെൺകുട്ടികൾക്ക് അമ്മയോട് മാത്രമായി സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. കൂട്ടുകാരുടെ അമ്മമാരെ കാണുമ്പോ അവളുടെ ഉള്ളില് എന്തുമാത്രം സങ്കടമാവും ഉണ്ടാവുക.
എനിക്ക് അവളെ ഒന്ന് കാണണം. ഞാൻ കുറെ സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചു നോക്കി. ദിയയിൽ തന്നെ റിയയും കണ്ടു. അവൾക്ക് വേണ്ടി ഓരോ ദിവസവും ഓരോ കത്തെഴുതി അവളെ എന്റെ മനസ്സിലിട്ട് വളർത്തി. പക്ഷെ എനിക്കിപ്പോ അവളെ ഒന്ന് കാണണം. കുറച്ചു നേരത്തേക്ക് എനിക്കൊന്ന് കാണണം ശ്രീ. കാണണമെന്ന് തീർച്ചയാണോ? ഉറപ്പിച്ചാണോ പറയുന്നത്? ആ അതെ, ഉറപ്പിച്ചു തന്നെയാ പറയുന്നത്. ഇന്ന് ആ തോന്നല് എനിക്കങ്ങ് ശക്തമായി. അവള് കുറച്ചു നേരത്തെ എന്നെയും പിടിച്ച് അങ്ങനെയിരുന്നു. ഞാൻ അവളെ തന്നെ നോക്കിയിരുന്നു. ഒരു നിമിഷം എനിക്ക് തോന്നി എന്നെ പിടിച്ചിരിക്കുന്നത് എന്റെ റിയമോളാണോന്ന്. വലുതാവും തോറും രണ്ടുപേരുടെയും രൂപം തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാവുന്നത് പോലെ. മുമ്പേ തന്നെ തിരിച്ചറിയാൻ പ്രയാസമായിരുന്നു. ഇന്നിപ്പോ ഞാൻ അവളിൽ എന്റെ റിയയാണ് കണ്ടത്. റിയെ കാണാൻ വഴിയുണ്ടാക്കാം. അതുപോലെ മറ്റൊരു ന്യായവും നമ്മൾ നടത്തി കൊടുക്കണം. ദിയയെ കാണാൻ ജീവിക്കൊരവസരം ഉണ്ടാക്കി കൊടുക്കണം.